In this video, we can discuss about production of penicillin by fermentation process. This is an important topic, Unit 5 of Pharmaceutical Biotechnology, 6th semester. Unit 5 നമുക്ക് 5 പ്രൊഡക്റ്റിന്റെ ഫെർമെന്റേഷൻ പ്രോസസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പെൻസിലിൻ, സിട്രിക് ആസിഡ്, വിറ്റമിൻ B12, ഗ്ലൂട്ടമിക് ആസിഡ് ആൻഡ് ക്രിസിയോഫ്ലൂർ. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെൻസിലിന്റെ ഫെർമെന്റേഷൻ പ്രോസസ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് പെൻസിലിൻ എന്നുള്ളതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഡിഫറെന്റ് സ്റ്റെപ്സ് ഫോർ ഫെർമെന്റേഷൻ പ്രോസസ് ആൻഡ് ഫൈനലി ദ അപ്ലിക്കേഷൻസ് ഓഫ് പെൻസിലിൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്. So let's start with an introduction to the penicillin. So as we all know, penicillins are a type of antibiotics which containing beta-lactam rings. Beta-lactam ringുള്ള രണ്ട് ടൈപ്പ് ആന്റിബയോട്ടിക്സുകളാണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ 6th സെമസ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫാർമക്കോളജിയിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പെൻസിലിനും സെഫാലോസ്പോറിനുമാണ്. അപ്പോൾ അതിൽ പെൻസിലിൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ദേ ആർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. നാച്ചുറൽ പെൻസിലിൻസ് എന്ന് പറയുന്നത് gram positive ബാക്ടീരിയക്കെതിരെ മാത്രം ആക്ട് ചെയ്യുന്ന വാക്സിനുകളാണ്. So as you know, mechanism is by inhibiting an enzyme, transpeptidase enzyme, which is responsible for the interlinking of N-acetyl-muramic acid backbone and N-acetyl-glucosamine backbone. Thereby, by inhibiting this interlinking, they will inhibit the cell wall synthesis and thereby it will cause death to the microorganism. That is the mechanism of action of penicillin. Now, there are different classification of penicillin, natural penicillin and semi-synthetic penicillin. This problem with this natural penicillin or 6-amino penicillinic acids are they are ineffective against the different microorganisms that will produce beta-lactamase enzyme. Beta-lactamase enzyme produce ചെയ്യാൻ capacity ഉള്ള Staphylococcus aureus പോലെയുള്ള microorganisms അതിനോട് ineffective ആയിട്ടുള്ള ഒരു antibiotic ആണ് natural penicillins എന്ന് പറയുന്നത്. There are various penicillin which will differ primarily in the nature of R side chain, which is attached to the amino linkage in the chemical nucleus of the molecules. So based on this, we can classify natural penicillin and semi-synthetic penicillin. They have some additional side chains, and the advantage over the natural penicillin with the semi-synthetic penicillin, they have good acid stability, resistance to the plasmid, chromosomal coded beta-lactamase and expanded antimicrobial effectiveness, etc. ഇതൊക്കെയാണ് ഒരു സെമി സിന്തറ്റിക് പെൻസിലിനും നാച്ചുറൽ പെൻസിലിൻസിനെക്കാളുള്ള അഡ്വാൻറ്റേജ്. ആസിഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, റെസിസ്റ്റന്റ് ടു പ്ലാസ്മിഡ് ആണ്, അതുപോലെ എക്സ്റ്റെൻഡഡ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം. നാച്ചുറൽ പെൻസിലിൻ ഗ്രാം പോസിറ്റീവിന് എതിരെ മാത്രമായിരുന്നു ആക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കുറച്ച് ഗ്രാം നെഗറ്റീവ് മൈക്രോ ഓർഗാനിസത്തിനും കൂടി കിൽ ചെയ്യാൻ പറ്റും. Now, usually we are preparing penicillin by fermentation process and we will get natural penicillin. So, if we didn't add any addition side chain precursors in fermentation process. നമ്മൾ അതിലോട്ട് സൈഡ് ചെയിൻ പ്രിക്കുർസേഴ്സുകളൊന്നും ആഡ് ചെയ്യാതെയാണ് ഫെർമെന്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു നാച്ചുറൽ പെൻസിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ഇതിലോട്ട് നമുക്ക് സെമി സിന്തറ്റിക് പെൻസിലിൻ സിന്തസിസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ suitable ആയിട്ടുള്ള സൈഡ് ചെയിൻ പ്രിക്കുർസേഴ്സുകളൊക്കെ അതിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. Okay. Now let's see what are the steps for fermentation process of penicillin. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു സ്റ്റെപ്പ് കോമൺ ആണ്. ആദ്യമായിട്ട് നമുക്കൊരു മൈക്രോ ഓർഗാനിസം വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റെസ്പെക്റ്റീവ് ആന്റിബയോട്ടിക് ഓർ ഡെഫക്റ്റീവ് പ്രൊഡക്റ്റ് ഷുഡ് ബി മെൻഷൻ. ആദ്യം തന്നെ ഏതാണോ മൈക്രോ ഓർഗാനിസം ഫെർമെന്റേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എഴുതാം. അതാണ് സെലക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. സെക്കൻഡ് വൺ ഈസ് ഫോർമുലേഷൻ ഓഫ് ദ മീഡിയ. Formulation of the media should mention both the media which is required for the culturing and pre-fermentation, etc. അതായത് നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ എടുത്ത് അതിനെ ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്ന ഇനോക്കുലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മീഡിയ വേണം. അതുപോലെ ഫെർമെന്റേഷൻ പ്രോസസ്സിന് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു മീഡിയ വേണം. ഇത് രണ്ടും നമ്മൾ ഈ ഒരു ഫോർമുലേഷൻ ഓഫ് മീഡിയയിൽ മെൻഷൻ ചെയ്യാം. Now, third step is production process. ഇവിടെയാണ് നമ്മൾ ഏത് മെത്തേഡിലാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, ഏത് ടെമ്പറേച്ചറിലാണ്, ഏത് pH-ലാണ്, ഇത്ര എയറേഷൻ കൊടുക്കണം, എയറോബിക് ആണോ അനേറോബിക് ആണോ, ഫെഡ് ബാച്ച് ആണോ അല്ലെങ്കിൽ ഒരു ബാച്ച് ഫെർമെന്റേഷൻ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യും. ആൻഡ് ഫൈനലി ഫോർത്ത് സ്റ്റെപ്പ് ഈസ് റിക്കവറി ആൻഡ് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്ന ഫെർമെന്റർ പ്രൊഡക്റ്റിന് ഡൗൺ സ്ട്രീം പ്രോസസ്സ് ചെയ്യണം. കിട്ടുന്ന ഒരു ബൾക്ക് ഓഫ് ഒരു മിക്സ്ചർ ആയിരിക്കും. അപ്പൊ
അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വേണ്ട ഡിസൈർഡ് പ്രൊഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ നമ്മൾ ഇതിൽ ചെയ്യും. അപ്പോൾ അതിലാദ്യം അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടാവും, പിന്നെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ ഉണ്ടാവും, പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സുകൾ ഉണ്ടാവും. ഫൈനലി ഏത് രീതിയിലാണ് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇത്രയും ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പെൻസിലിന്റെ പ്രൊഡക്ഷന്റെ സ്റ്റെപ്സുകളിലോട്ട് പോകും. So first step for production of penicillin by fermentation is selection of microorganisms. So fermentation penicillin പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പെൻസിലിൻ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് പെൻസിലിൻ നൊട്ടേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നാണെന്നും അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നുള്ളതും അദ്ദേഹം സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ ഒരു ഫംഗസിന്റെ ഗ്രോത്ത് കാണുകയും ഫംഗസിന്റെ ഗ്രോത്ത് കണ്ട അത്രയും ഏരിയയിൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആയെന്ന് കണ്ടുപിടിക്കപ്പെടുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത് ഫ്രം പെൻസിലിൻ നൊട്ടേറ്റം. But the problem with the penicillin notatum is yield is very low. So we are currently using high yield penicillin chrysogenum. ഈ ഒരു ഓർഗാനിസത്തിന്റെ പേര് നിർബന്ധമായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യാതെ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സ് നമുക്ക് എഴുതാൻ പറ്റില്ല. നിർബന്ധമായിട്ടും ഈ രണ്ട് പേരുകളും നമ്മൾ മനസ്സിലാക്കുക. പെൻസിലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പെൻസിലിൻ നൊട്ടേറ്റം ആയിരുന്നു പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Currently we are using high yield strains of penicillin chrysogenum. The problem with the high yield strains of penicillin chrysogenum is they are genetically unstable. So in order to stabilize the instability, we can use different suitable preservation method. അപ്പോൾ നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്ത് അതിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഹൈ yield പെൻസിലിൻ ക്രൈസോജിനം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എല്ലാ സമയത്തും അതിന്റെ ജെനറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ അതിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവേഷൻ മെത്തേഡ്സുകൾ ലൈക്ക് we can use spore suspension is stored in frozen state of liquid nitrogen, or spore suspension can be lyophilized in appropriate media, or spore suspension is mixed with sterile finely divided inert material like soil, sand or desiccate. So these are the different methods for preservation to stabilize the genetical stability. Okay, so that is the selection of microorganisms. Now ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഹൈ ഹീൽഡിങ് സ്ട്രെയിനിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സീക്വൻഷ്യൽ ജെനറ്റിക് സെലക്ഷൻ എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ജെനറ്റിക് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ദിസ് ഈസ് എ സ്റ്റെപ്പ് വൈസ് ഡെവലപ്മെന്റ് ഓഫ് ഇംപ്രൂവ്ഡ് മ്യൂട്ടൻ ബൈ ട്രീറ്റിംഗ് ദ വൈൽഡ് സ്ട്രെയിൻസ് ഓഫ് Penicillium chrysogenum with a series of mutagenic agents or exposing to ultraviolet radiation either individually or in combination such as X-ray, chemical mutagens, അങ്ങനെയുള്ള ഏതെങ്കിലും ഏജന്റുമായിട്ടൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് മ്യൂട്ടജൻസുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് വൈസ് ഇംപ്രൂവ്ഡ് മ്യൂട്ടൻ ഡെവലപ്മെന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ജെനറ്റിക് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ ഒരു പ്രോസസ്സിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ദിസ് ഈസ് വെരി ലാബറിയസ്, കുറച്ച് അധികം മെനക്കെടേണ്ട കാര്യമാണ്. ദെൻ ആൾസോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. സോ ദ selected mutant will possess great capacity for antibody production than the wild type. വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുക നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ടൈപ്പിനെയാണ് വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതിന് ഈൽഡ് കുറവായിരിക്കും. അപ്പൊ ആ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വൈൽഡ് ടൈപ്പ് പെൻസിലിൻ ക്രൈസോജിനത്തിനെ നമ്മൾ മ്യൂട്ടജൻസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഹൈ ഈൽഡ് സ്ട്രെയിൻ ഡെവലപ്മെന്റിന് ചെയ്യുന്നത്. നോ ഇൻ ഓർഡർ ടു യൂസ് ഇൻ ഫെർമെന്റേഷൻ, ഫെർമെന്റേഷനിലോട്ട് നമുക്ക് ഒരു ഇനോക്കുലത്തിനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹൈ ഈൽഡ് സ്ട്രെയിൻസ് ഓഫ് പെൻസിലിൻ ക്രൈസോജീനത്തിനെ നമുക്ക് ഇനോക്കുലമായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മൾ ഫെർമെന്റേഷനിലോട്ട് ഇനോക്കുലമാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് മൈക്രോ ഓർഗാനിസം എടുത്തിട്ടല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വി ഹാവ് ടു കൾച്ചർ ഹൈ ഈൽഡ് സ്ട്രെയിൻസ് ഓഫ് പ്ലാസ്മീഡിയം ക്രൈസോജീനം, പെൻസിലിൻ ക്രൈസോജീനം. We have to subculture from the stock culture. Then from the stock culture, spores from the primary source are suspended in water or in dilute solution of non-toxic wetting agents such as sodium lauryl sulfate with a ratio of 1:10,000. Okay, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സബ്കൾച്ചർ ചെയ്തു. സബ്കൾച്ചർ ചെയ്തിട്ടുള്ള പ്രൈമറി സോഴ്സിൽ നിന്ന് നമ്മളൊരു
വാട്ടറിലോട്ടോ അല്ലെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷൻസ് ഓഫ് നോൺ ടോക്സിക് വെറ്റിംഗ് ഏജൻസിലോട്ടോ ട്രാൻസ്ഫർ ചെയ്തു വെറ്റിംഗ് ഏജന്റ് കണ്ടെയ്നിങ് സോഡിയം ലോറൈൽ സൾഫേറ്റ് പോലെയുള്ള ഏജൻസികൾ. Then further sporulation is this spore, which is developed by adding into sodium lauryl sulfate as a wetting agent, is added to a flask or bottle which contain wheat bran and nutrient solution. And this is incubated for 5 to 7 days and at 24 degrees Celsius so that we can provide heavy sporulation. അപ്പോൾ ഫംഗസ് ആണ് എന്നറിയാം നമുക്ക് ക്ലാസ് പെൻസിലിയം ക്ലൈസോജിനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഫർദർ സ്പോറുലേഷൻ അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോറുലേഷൻ വഴിയാണെന്നൊക്കെ നമ്മൾ ഫംഗസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്പോറുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫർദർ ആയിട്ട് നമ്മളൊരു സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു സെവറൽ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം സ്പോറുലേഷൻ ഉണ്ടാക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. And the resulting spore can be used directly to inoculate the tank or the fermenter, which is maintained at 24 to 27 degrees Celsius for 2 days with agitation and aeration. So, fermentation process ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഹെവി മൈസീലിയൽ ഗ്രോത്ത് ഉണ്ടാവുക. മൈസീലിയ എന്ന് പറയുന്നത് ഫംഗസിന്റെ ഒരു വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫംഗസ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഹൈലി സ്പോറുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇനോക്കുലമാണ് നമ്മൾ ഫെർമെന്റേഷൻ പ്രൊഡക്ഷൻ ടാങ്കിലോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും സെൽ കൾച്ചറിംഗ് മെത്തേഡ്സ് ഒക്കെ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യണം എക്സാക്ട് മൈക്രോ ഓർഗാനിസം ആണ് എന്നുള്ളത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റെപ്പ് 1, ദാറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഫോർ ദ പെൻസിലിൻ പ്രൊഡക്ഷൻ. ആൻഡ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മീഡിയ which is used for sporulation, containing glycerol, cane molasses, corn stick liquor, magnesium sulfate, dihydrogen potassium phosphate, then peptone, sodium chloride, ferrous tartarate, copper sulfate, agar and distilled water. ഇത് നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള മീഡിയ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ ഇനോക്കുലം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയയും കൂടി നമ്മൾ മെൻഷൻ ചെയ്യാനുണ്ട്, അതാണ് പ്രൊഡക്ഷൻ മീഡിയ. സോ ദിസ് ഈസ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. വി വിൽ സ്റ്റോർ ആസ് ലയോഫിലൈസ്ഡ് കൾച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ജനറ്റിക്കൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലയോഫിലൈസ്ഡ് കൾച്ചർ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ലയോഫിലൈസ്ഡ് കൾച്ചറിന് നമ്മളൊരു ഫസ്റ്റ് ഫ്ലാസ്കിലോട്ട് എടുത്ത് അതിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യിക്കും. പ്രീ ഫെർമെന്ററിലെടുത്ത് സ്പോറുലേഷൻ ഉണ്ടാവുന്നത് വരെ അതിന്റെ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടക്കും. ഓക്കെ, ഇനി അടുത്ത ഫെർമെന്റേഷൻ പ്രോസസ്സിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇങ്ങനെയാണ് ഫെർമെന്റർ ടാങ്ക്. ബിഫോർ ദാറ്റ് we can discuss about the formulation of the media. That is the second step for production of penicillin. അപ്പോ ഇതിന് വേണ്ട മീഡിയയിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ മെൻഷൻ ചെയ്യണം. സോ 4 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് കോൺസ്റ്റീപ്പ് ലിക്കർ. കോൺസ്റ്റീപ്പ് ലിക്കർ എന്ന് പറയുന്നത് മൈസീലിയത്തിന്റെ ഫോർമുലേഷന് അല്ലെങ്കിൽ ഫോർമേഷനും അതുപോലെ സ്പോർ ഫോർമേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, വിച്ച് കണ്ടെയ്നിങ് അമിനോ ആസിഡ് റിക്വയർഡ് ഫോർ ദ mycelial growth. Then we can use carbon source like lactose, glucose, sucrose, glycerol or sorbitol, and nitrogen sources like ammonium sulfate, ammonium acetate or ammonium nitrate. Or we can also add yeast extract, soya meal or whey, which will give a good supply of nitrogen also. Then potassium and phosphorus are supplied in the form of potassium dihydrogen phosphate, and magnesium, iron and copper are supplied in the form of sulfate, copper sulfate, magnesium sulfate and iron sulfate. Okay. Now, in order to increase the yield and specificity of the penicillin which is formed, we have to add some other precursors like phenylacetic acid. Phenylacetic acid is continuously filled, which will serve as a precursor in the penicillin biosynthesis. And further, we have to add a continuous feeding of sugar. ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഷുഗർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലാക്ടോസും ഉണ്ട് ഗ്ലൂക്കോസും ഉണ്ട്. അപ്പൊ ഇതില് എത്ര പെർസെന്റേജ് ആണ് കാർബൺ മെറ്റബോളൈസ് ചെയ്യുന്നത്? മെറ്റബോളൈസ്ഡ് കാർബൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ അത് 10% ആണ് പെൻസിലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ 65% എനർജി സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 25% ഗ്രോത്ത് ഓഫ് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ
യൂസ് ചെയ്യുന്നത് ഈ ഫീഡ് ചെയ്യുന്ന ഷുഗർ എന്ന് പറയും. So in short, by adding glucose and acetic acid, yield can be increased by 25% of penicillin production. Now this is an example of media which is used as a formulation media or production media. It should contain constant liquid, lactose in 3.5% than the glucose. Then calcium carbonate, potassium dihydrogen phosphate and antibiotics. ഇവിടെ നമ്മൾ രണ്ട് കാർബൺ സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലാക്ടോസും യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്, എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ബിക്കോസ് ബയോസിന്തസിസ് യൂഷ്വലി ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. അത് നേരെ മറിച്ച് സ്ലോലി ഡീഗ്രേഡിങ് ഷുഗേഴ്സുകളാണെങ്കിൽ അത് പെൻസിലിൻ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് കുറവും അതുപോലെ ലാക്ടോസ് കൂടുതലായിട്ട് നമ്മൾ ഈ ഫോർമുലേഷൻ മീഡിയ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, now let's see the biosynthesis of penicillin. നമ്മളൊരു പെൻസിലിൻ ക്രൈസോജിനം യൂസ് ചെയ്യുന്ന സമയത്ത് പെൻസിലിൻ ജി അല്ലെങ്കിൽ നാച്ചുറൽ പെൻസിലിൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു റിയാക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. So when L-alpha amino adipic acid combined with L-cysteine, it will form L-alpha adipinyl cysteine. When this combined with L-valine, it will form L-alpha amino adipinyl cystinyl valine, which is a tripeptide. And this tripeptide is converted to isopenicillin with help of an cyclase enzyme. And this isopenicillin is converted to penicillin G or natural penicillin or benzyl penicillin by phenylacetic acid. So this is the role of phenylacetic acid to convert isopenicillin to penicillin G with help of acyl transferase enzyme. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട പ്രിക്കോഷൻസിൽ ബയോസിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്. ഒന്നാമത്തത് അമിനോ അഡിപ്പിക് ആസിഡ് ആണ്. ഇപ്പോൾ ആൽഫ അമിനോ അഡിപ്പിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഐസോപെൻസിലിൻ ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, then another factor which will regulate the biosynthesis is glucose. Usually biosynthesis is inhibited by glucose through the catabolite repression. So penicillin produced by slowly degrading sugar like lactose. And also concentration of phosphate and ammonia also will influence the penicillin synthesis. So that's all about the formulation of the media. Now coming to the step 3, that is the production process. നമ്മളൊരു ഫെർമെന്റേഷൻ പ്രോസസ് എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരു ഫെർമെന്റേഷൻ സാധാരണഗതിയിൽ പെൻസിലിന്റെ ഫെർമെന്റേഷൻ പ്രോസസ് പ്രൊഡക്ഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നത് 40,000 to 2 lakhs വരെയുള്ള ഇത്രയും വോളിയുള്ള ഒരു ഫെർമെന്ററിലാണ്. And this is carried out by fed batch submerged fermentation in stirred tank fermenter. അപ്പോൾ ഇതെന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫെഡ് ബാച്ച് എന്ന് പറയുന്ന സമയത്ത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മീഡിയ ഫീഡ് ചെയ്യുന്നുണ്ട്. സബ്മർജ്ഡ് ആണ്, നമ്മൾ ലിക്വിഡ് മീഡിയത്തിൽ സബ്മർജ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഫെർമെന്റേഷൻ പ്രോസസ് നടക്കുന്നത്. സ്റ്റിർഡ് ടാങ്കിലാണ് അജിറ്റേറ്റർ യൂസ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And we have to give aerobic process and continuous supply of oxygen is very essential for production process. And aeration rate is 0.5 to 1 volume per minute എന്ന റേറ്റിൽ നമ്മൾ aeration കൊടുക്കണം. pH we have to adjust around 6.5 and optimum temperature should be maintained between 25 to 27 degrees Celsius. And during the production process, 20 to 40% of the fermentation content is drawn and replaced with fresh nutrient. So usually this fermentation process will proceed with an 40-hour growth phase and with a doubling time of 6 to 8 hours. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇനോക്കുലം 6 to 8 hours കൊണ്ടാണ് അത് ഡബിൾ ചെയ്യുന്നത്. യൂഷ്വലി 40 hours എടുത്തിട്ടാണ് അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ 6 to 8 hours ഇന്റർവെൽസിൽ നമ്മൾ ഈ ഫെർമെന്റേഷൻ കണ്ടന്റിന് റിമൂവ് ചെയ്യുകയും ഫ്രഷ് മീഡിയം ആഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രോത്ത് പ്രോസസ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 120 to 180 hours. So that is the production process, step 3 of fermentation process of penicillin. Now finally recovery. So നമുക്കൊരു ഫെർമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അതിന്റെ സോളിഡിനെയും ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്യുക.
So we have to separate the mycelium. Usually 1% of penicillin is processed, broth containing 1% is processed for the extraction by employing rotary vacuum filter. അപ്പോൾ ഇതിലുള്ള മൈസീലിയം സോളിഡ് ആയിട്ടുള്ള പാടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടറി വാക്വം പമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം കെയർ ഷുഡ് ബി taken in order to avoid the contamination of microorganism which produce penicillinase enzyme and also which will degrade the penicillin. And second step is penicillin is recovered by solvent extraction by using different solvents like amyl acetate and butyl acetate or methyl isobutyl ketone at low temperature of 10 degrees Celsius and acidic pH by using phosphoric acid or sulfuric acid. So, എന്തിനാണ് ഈ ഒരു സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ഈ ഒരു ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആസിഡിക് പി എച്ചിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ആൻഡ് എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആഫ്റ്റർ ദ എക്സ്ട്രാക്ഷൻ പ്രോസസ് it is treated with activated carbon or charcoal to remove the impurities like pyrogen and pigment. കളർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പൈറജനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ ചാർക്കോൾ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. Then after that we have to sterilize this to remove bacteria by using SETS filter. ഒരു ഫിൽറ്റർ മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാം. And this can be recovered. Penicillin can be recovered by adding different salt like NaCl or KCl, so that we will get potassium or sodium salt of penicillin, which can be further processed by different solvents, dry solvents such as N-butanol and isopropanol to remove the impurity. So after the purification process, all the water is totally removed and penicillin can be recrystallized and dried under the required pressure. And this may be packed in powder form in sterile vial or prepared in the form of tablet or in the form of syrup for oral usage. So this is the process for recovery and purification of penicillin. So നമ്മൾ 4 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് പറഞ്ഞത്. ആദ്യമായിട്ടൊരു ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യണം, പെൻസിലിൻ ക്രൈസോജിനുമാണ് ഐസൊലേറ്റ് ചെയ്തത്. സെലക്ഷൻ മീഡിയത്തിനെ കുറിച്ച് പറഞ്ഞു, കോൺസ്റ്റീറ്റ് ലിക്കർ, കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ് ഉള്ള ഒരു മീഡിയം നമ്മൾ എടുക്കണം. ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് പറഞ്ഞു, അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും പറഞ്ഞു. ഫൈനലി റിക്കവറി പ്രോസസ്. ഓക്കെ, so this is the production process outline. First we have to take lyophilized culture, then we have to increase the growth by inoculation in flask. Then in order to increase the sporulation of the penicillin chrysogenum, we will culture in a pre-fermenter, and the inoculum is transferred to fermenter with the appropriate fermentation condition. So after the fermentation process, we have to filter by using rotary filters to remove the mycelium, and by using cooling tank, extraction process is performed and the different purification process is done. So this is the penicillin fermentation process. And finally, the application or uses of penicillin. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓഫ് ഹ്യൂമൻ കോസ്ഡ് ബൈ ഡിഫറെന്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ സാധാരണ കൊമേഴ്സ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ പെൻസിലിൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഫെർമെന്റേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കെമിക്കൽ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ പെൻസിലിന്റെ 38% നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ മെഡിസിന് വേണ്ടിയിട്ടാണ്, and 12% for used as in veterinary medicine, and 43% major portion of the commercially produced natural penicillin is used as a starting material for the production of semi-synthetic penicillin. So these are the different uses of penicillin. So ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പെൻസിലിന്റെ പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ അപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള 5 പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.